ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു 6 ഡേ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹർത്താലായതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വർക്കിന് പോകാനും പറ്റിയില്ല. പിന്നെ അതുപോലെ സ്കൂളും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മീൻ കറിയാണ്. ഒരുപാട് ലേറ്റായി ഉണ്ടായിരുന്നു ഞാൻ എണീച്ചപ്പോൾ. ഒട്ടും വയ്യാണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തുടങ്ങിയ ഒരു പനിയാണ്. ആൻഡ് 2 ദിവസം മുന്നേ തന്നെ സൗണ്ടൊക്കെ പോയിട്ട് ആകെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ തലേന്ന് തന്നെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് എന്താ പറയുക, വർക്കിന് അഥവാ പോകേണ്ടി വരികയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തതാണ്. പക്ഷേ രാവിലെ എനിക്ക് ഒട്ടും എണീക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ക്ലിനിക്കിൽ നിന്ന് ഒരു 650 കുടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഞാൻ പാരസെറ്റമോൾ കുടിച്ചിട്ടും രാവിലെ എനിക്ക് ഒരു മൊത്തത്തിലൊരു എന്താ സുഖം ഉണ്ടായിരുന്നില്ല. അതാ പിന്നെ ഞാൻ എന്തായാലും ഡോക്ടർക്ക് മെസ്സേജ് അയച്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീൻ കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉള്ള എന്താ പറയുക, തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പോൾ അരക്കുകയാണ്. അതുപോലെ തന്നെ ഞാനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ ഒരു ജോലി ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ജോലി, അങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഏതെങ്കിലും ഒന്നൊക്കെ കുളമായി പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എപ്പോഴും അങ്ങനെയാണ്. എല്ലാം കൂടെ ഹർബലായിട്ട് ചെയ്യാതെ ചെയ്യുന്നത് എങ്ങനെ നന്നാക്കി ചെയ്യാം എന്നുള്ള പോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. മീൻകറിയുടെ പരിപാടി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പകരം ബ്രെഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ബ്രെഡൊന്നും കഴിക്കില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു പഴം കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ മെഡിസിനും കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ വീട്ടിലാകെ ഇപ്പോൾ 4 പേരേ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും അതുപോലെ മോനും ഉപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് തൈരുണ്ട്, അപ്പോൾ അത് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. നോക്കുമ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഉണ്ടാകാറില്ല, ഉള്ളി പച്ചമുളക് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൈരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടി പിന്നെ ഞാൻ ലഞ്ചാണ് ഞാൻ എണീച്ചപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ച സമയം തന്നെ ഒരു 8-8:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് നോക്കിയത്. അല്ലാതെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നാൽ ഇനിയും എന്താ പറയുക, ഒരുപാട് ലേറ്റ് ആവും. മാത്രമല്ല മോനിക്കൊക്കെ ബ്രെഡൊക്കെ ഞാൻ ആദ്യം തന്നെ ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനിക്ക് ബ്രെഡ് പൊരിച്ചിട്ട് മതി പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൊടുക്കുകയാണ്. എല്ലാവരും നോർമൽ ബ്രെഡാണ് കഴിച്ചത്. പിന്നെ രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് മാത്രമേ എല്ലാവരും കഴിക്കാറുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് കടലക്കറി ഉണ്ട് കേട്ടോ. പുട്ടുണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ തലേന്ന് തന്നെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ ഞാൻ. അപ്പോൾ അതിക്ക് എന്താ പറയുക, ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മോനിക്ക് ഷാനുവിന് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആൾ ഇവിടെ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. സാധാരണ ഞാൻ ബ്രെഡ് ഇതുപോലെ പൊരിക്കാതെ പകരം കോഴിമുട്ടയിൽ മധുരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കി പൊരിച്ച്, അങ്ങനെ ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, 2 കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു 6 ബ്രെഡോളം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ മുട്ട ഇരിപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം, പിന്നെ ഇങ്ങനെ മതിയെന്ന് ആൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 6 ഡേ ആയാലും നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊന്നും എന്താ പറയുക, നമുക്കങ്ങനെ എപ്പോഴും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും